ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകളെ ആക്രമിച്ചത് ഇറാൻ എന്ന് വരുത്തി തീർക്കാനുള്ള കുതന്ത്രവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നമ്മുടെ പൗരന്മാരുടെ ജീവൻ വെച്ചുള്ള അമേരിക്കൻ ഭൗമരാഷ്ട്രീയ കളികൾക്കെതിരെ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയെ വീണ്ടും വിളിപ്പിച്ച് ഇന്ത്യ താക്കീത് നൽകിയതോടെ ട്രംപ് നേരെ ഉൾട്ടയടിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ നാവികരെ കൊന്നൊടുക്കിയ ഇറാനെ ഞങ്ങൾ വെറുതെ വിടില്ലടാ എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇന്ത്യൻ നാവികർ ഉണ്ടായിരുന്ന കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണം പൂർണ്ണമായും അംഗീകരിക്കാനാവാത്തതാണെന്നും ഉത്തരവാദികൾ ഉടൻ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്നുമൊക്കെയാണ് വെള്ളിയാഴ്ച ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ പ്രതികരിച്ചത്. ഇത് കണ്ട് ഇന്ത്യ മാത്രമല്ല ഇറാനും മറ്റ് ലോകരാജ്യങ്ങളും എല്ലാം തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ട്രംപ് ഇപ്പോൾ വായ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ്. യാഥാർത്ഥ്യം എന്താണെന്നാൽ ജൂൺ 8-ന് പലാവു പതാകയുള്ളതും 24 ഇന്ത്യക്കാർ ഉണ്ടായിരുന്നതുമായിട്ടുള്ള മാരിവെക്സ് കപ്പലിന് നേരെയും ജൂൺ 10-ന് 24 ഇന്ത്യക്കാരുണ്ടായിരുന്ന സെറ്റബെലോ കപ്പലിന് നേരെയും തൊട്ടു പിന്നാലെ വ്യാഴാഴ്ച 20 ഇന്ത്യക്കാരുമായി പോയ ഗിനിയ ബിസാവു പതാകയുള്ള ജൽവീർ എന്ന കപ്പലിന് നേരെയും മിസൈൽ ആക്രമണം നടത്തിയത് സാക്ഷാൽ അമേരിക്കൻ നാവികസേന തന്നെയാണ്. ഇതിൽ സെറ്റബെലോ കപ്പലിലുണ്ടായിരുന്ന 3 ഇന്ത്യൻ നാവികരാണ് അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്നിട്ടാണ് ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ ട്രംപ് ഈ കപട സ്നേഹം ഒഴുക്കുന്നത്. ഒരു ഭാഗത്ത് അമേരിക്കൻ നാവികസേന ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്കെല്ലാം വെടിവെക്കുമ്പോൾ മറുഭാഗത്ത് അമേരിക്കൻ തലവൻ തകൃതിയായി വെടിപൊട്ടിച്ച് തന്റെ പങ്ക് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കൻ നാവികസേനയുടെ വെടിയും ട്രംപിന്റെ വെടിയും സഹിക്കണം എന്ന അവസ്ഥയിലാണ്. അമേരിക്കയുടെ ഈ കടന്നാക്രമണത്തിനെതിരെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കൻ നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വീണ്ടും വിളിച്ചു വരുത്തി അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള എണ്ണ വ്യാപാരം, അമേരിക്ക അതിനെ എണ്ണക്കടത്ത് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ എണ്ണ വ്യാപാരം തടയാൻ എന്ന പേരിലാണ് അമേരിക്കൻ സൈന്യം, അതായത് സെൻകോം, ഗൾഫ് ഓഫ് ഒമാനിൽ ഈ ഉപരോധം നടപ്പിലാക്കുന്നത്. കാരണം ഈ എണ്ണ വ്യാപാരത്തിലൂടെയാണല്ലോ ഇറാൻ സമ്പത്തുണ്ടാക്കുന്നത്. അപ്പോൾ അത് തടയണം. സാമ്പത്തിക ഉപരോധങ്ങൾക്ക് പകരം ഹെൽഫയർ മിസൈലുകൾ ഉപയോഗിച്ചാണ് സാധാരണ വാണിജ്യ കപ്പലുകളെ നേരിട്ട് ആക്രമിക്കുന്ന അമേരിക്കയുടെ ഒരു സൈനിക രീതി. ഈ രീതിയാണ് ഈ പറഞ്ഞ ഈ ചോരക്കളിക്കെല്ലാം കാരണം. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി സാധാരണ വാണിജ്യ കപ്പലുകൾക്ക് നേരെ അമേരിക്കൻ സൈന്യം മാരകമായിട്ടുള്ള മിസൈലുകൾ വർഷിക്കുകയായിരുന്നു. 3 ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതോടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. അമേരിക്കൻ ചീഫ് ഡി അഫയേഴ്സ് ജേസൺ മീക്സിനെ സൗത്ത് ബ്ലോക്കിലേക്ക് വിളിപ്പിച്ച് സാധാരണ കപ്പലുകൾക്ക് നേരെ മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഭാരതത്തിന്റെ കടുത്ത അമർഷവും പ്രതിഷേധവും ഇന്ത്യ നേരിട്ട് തന്നെ അറിയിച്ചു. യാതൊരു പ്രകോപനവുമില്ലാതെ സാധാരണ വാണിജ്യ കപ്പലുകൾക്ക് നേരെ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ട അമേരിക്കയുടെ നടപടി തികച്ചും മനുഷ്യത്വരഹിതമാണ് എന്ന് തന്നെ ഇന്ത്യ പറഞ്ഞു. ഇന്ത്യ ഇത്രയും ശക്തമായി പ്രതികരിക്കുമെന്നും തങ്ങളുടെ കൊലപാതക രാഷ്ട്രീയം ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടപ്പെടുമെന്നും അമേരിക്ക ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതല്ല. അമേരിക്കൻ ആക്രമണത്തിൽ ഇന്ത്യക്കാർ മരിച്ചെന്ന സത്യം പുറത്തുവരികയും ന്യൂഡൽഹി രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തതോടെ ഡാമേജ് കൺട്രോളിന്റെ ഭാഗമായി ആ കുറ്റം മുഴുവൻ ഇപ്പോൾ ഇറാന്റെ തലയിൽ വെച്ച് കെട്ടാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. തങ്ങളുടെ തെറ്റ് മറച്ചു വയ്ക്കാനും ഒപ്പം ഇറാനെതിരെ കൂടുതൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാനുള്ള ഒരു വ്യാജ കാരണമായി ഇന്ത്യക്കാരുടെ മരണത്തെ മാറ്റാനുമാണ് ട്രംപിന്റെ നീക്കം. അതേടാ അടിച്ചത് ഞങ്ങളാണ്, എന്താ നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ട്രംപിന്റെ ഒരു സ്ഥിരം ശൈലി. പക്ഷെ ഇപ്പോൾ ഇന്ത്യയോട് ട്രംപ് അങ്ങനെ പറയാൻ മടിക്കുകയാണ്. പകരം പച്ചക്കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഒരു ലോകശക്തിയുടെയും തിട്ടൂരങ്ങൾക്കും ഗൂഢതന്ത്രങ്ങൾക്കും വഴങ്ങാത്ത പരമാധികാരമുള്ള ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രമായി ഇന്ത്യ എന്ന് മാറിയിരിക്കുന്നു എന്ന് ട്രംപ് പോലും തിരിച്ചറിയുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ അമേരിക്കയുടെ അനുവാദം ചോദിച്ചു നടന്ന ആ പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് ട്രംപിന് വ്യക്തമായി അറിയാം. യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ സംസാരിക്കാം. ഇന്ത്യക്ക് ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കാൻ കഴിയില്ല. അതായത് സൈനികമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താനോ തിരിച്ചടിക്കാനോ നമുക്ക് കഴിയില്ല. ആ ഒരു ശേഷിയിലേക്ക് നമ്മൾ ഇപ്പോഴും വളർന്നിട്ടില്ല. പക്ഷേ അമേരിക്കയും പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന പലതും നമുക്ക് ചെയ്യാൻ കഴിയും. അതിലൊന്നാണ് നിസ്സഹകരണം. എന്നെങ്കിലും ചൈനയെ നേരിടാൻ ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സഹായം അമേരിക്കയ്ക്ക് കൂടിയേ തീരൂ. അതുപോലെ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയും ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയുമായിട്ടുള്ള ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്ക എന്നല്ല ലോകത്തിൽ ഒരു രാജ്യത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന സത്യവും ട്രംപ് തിരിച്ചറിയുന്നുണ്ട്. ഇവിടെയാണ് അമേരിക്ക ഇന്ത്യയെ പേടിക്കുന്നത്. അല്ലാതെ ഇന്ത്യയുടെ സൈനിക ശക്തി കണ്ടിട്ടല്ല അമേരിക്ക ഇന്ത്യയെ പേടിക്കുന്നത്. ഇറാനെ ഒതുക്കിയതുപോലെ ഉപരോധങ്ങൾ കൊണ്ടുപോലും അമേരിക്കയ്ക്ക് ഇന്ത്യയെ നേരിടാൻ പറ്റില്ല എന്നൊരു സത്യം അവർ തിരിച്ചറിയുന്നുണ്ട്. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ പണയം വെക്കാൻ നോക്കുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പും കള്ളത്തരങ്ങളും ഭാരതം ലോകത്തിന് മുൻപിൽ അനാവരണം ചെയ്തിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ട് പിന്മാറാതെ സ്വന്തം പൗരന്മാരുടെ ജീവനും അഭിമാനത്തിനും വേണ്ടി ലോകശക്തികളെ വരെ ചോദ്യം ചെയ്ത് പ്രതിരോധത്തിലാക്കുന്ന പുതിയ ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്.